സമയം ഇരുന്നാൽ തന്നെ കാലിന് നല്ലോണം നീര് വരുമായിരുന്നു. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ. ഇന്ന് അത്രയും 2 മണിക്കൂറൊന്നും ഒരേ ഇരിപ്പ് ഇരുന്നിട്ടും കാലിൽ നീര് വന്നില്ല. എത്ര നാൾ സിസ്റ്റർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സിസ്റ്ററെ? 3 വർഷമായി. 3 വർഷമായി. 3 വർഷം 3 വർഷമായിട്ട് കോവിഡിന് ശേഷം 3 വർഷമായിട്ട് സിസ്റ്റർക്ക് എവിടെ ഇരുന്നാലും നീര് വരുമായിരുന്നു കാലിന്. ഒരു മണിക്കൂറൊക്കെ ഇരുന്നാൽ മുട്ടിന് താഴെ നല്ല നീര്. അതല്ലാതെ കൈക്കൊക്കെ നീരുണ്ടാവും. ഇന്നൊക്കെ കുറച്ച് ഡ്രസ്സൊക്കെ ലൂസായ പോലെ. ഇന്നലെ രാത്രി കൊണ്ട് ഇന്നത്തേക്ക് തന്നെ മാറ്റം വന്നു. ഇന്നലെ സിസ്റ്റർ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവാത്മാവ് ഇടപെട്ട് നീരുകൾ വറ്റിപ്പോന്നുള്ള ആലോചന കേട്ട് ഏറ്റെടുത്തപ്പോഴാണ് സംഭവിച്ചത്. അതെ അതെ, ഞാൻ ഇന്ന് സാക്ഷ്യം പറയുന്നു, കൂടെ ഞാൻ പറഞ്ഞു. ഇത് വലിയൊരു അത്ഭുതം കേട്ടോ. സിസ്റ്റർ പറഞ്ഞത് 3 വർഷമായിട്ട് ശരീരത്തിൽ നീരുണ്ടായിരുന്നു, പലപ്പോഴും വേദന ഉണ്ടായിരുന്നു സിസ്റ്റർക്ക് അങ്ങനെ വരുമ്പോ. മുട്ടിന് നല്ല ഭാരം അനുഭവപ്പെടും ബ്രദർ. അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ പ്രാർത്ഥനയിൽ പറഞ്ഞ വസ്ത്രങ്ങളെല്ലാം ലൂസ് ആയപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നീരുകളൊക്കെ വറ്റിപ്പോയി. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി രൂപയ്ക്ക് 3 വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. കർത്താവ് തൊട്ടതിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു. പറഞ്ഞു. ഒന്നുകൂടെ ഉണ്ട്. ഇതേപോലെ സൂം മീറ്റിംഗിൽ 3 മാസം മുമ്പ് ഞാൻ ഒരു പങ്കെടുക്കാറുണ്ട്. 3 മാസം മുമ്പ് ഒരു മീറ്റിംഗിൽ കണ്ണിന് കാഴ്ച. അപ്പൊ എനിക്ക് ബൈബിള് കണ്ണടയില്ലാതെ വായിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോ ആ 3 മാസം മുന്നേ ഇതേപോലെ പിറ്റേ ദിവസം നോക്കും മുതൽ എനിക്ക് ബൈബിള് വായിക്കാൻ പറ്റി. പക്ഷെ ചെറിയൊരു അതെന്റെ എന്താണെന്ന് അറിയില്ല, ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ, കുറച്ചും കൂടെ ക്ലിയർ ആണെന്നുള്ള ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ബ്രദർ പറഞ്ഞു പുതിയ കണ്ണാണ് തരുന്നത് എന്ന് പറഞ്ഞു. അപ്പോ നോക്കുമ്പോ ചെറിയ എഴുത്തുള്ള പുതിയ നിയമത്തിലുള്ള ബൈബിള് പോലും മീറ്റിംഗിന് ശേഷം ഞാൻ വായിക്കുമ്പോ എനിക്ക് വായിക്കാൻ പറ്റി. നല്ലോണം വായിക്കാൻ പറ്റും. എത്ര വർഷമായിട്ട് സിസ്റ്റർ കണ്ണാടി ഉപയോഗിക്കുന്ന? എത്ര വർഷമായിട്ട്? കണ്ണട വായിക്കണമെങ്കിൽ ഉപയോഗിക്കുന്നത് 2 വർഷമായി. 2 വർഷമായിട്ട് കണ്ണാടി ഉപയോഗിക്കുന്നത്. അപ്പൊ വായിക്കാനേ, ചെറിയ വാക്യങ്ങളൊന്നും വായിക്കാനേ പറ്റത്തില്ലായിരുന്നു അല്ലേ? ഇല്ല, 3 മാസമായി ഞാൻ കണ്ണട ഈ മീറ്റിംഗിലൂടെ തന്നെ ഒഴിവാക്കിയിട്ട് ഞാൻ ഇനി കണ്ണട വെക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ. ഇന്നലെ ഞാൻ അതുവരെ ഞാൻ പ്രാർത്ഥിക്കുമ്പോ എങ്ങനെയാ വെച്ചാൽ എനിക്ക് കണ്ണ് പൂർണ്ണമായി കാഴ്ചശക്തി കിട്ടണം മുന്നത്തെ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ബ്രദർ പറഞ്ഞു പുതിയ കണ്ണാണ് തരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും കൂടെ ഏറ്റെടുത്തു. അപ്പോഴ് കുറച്ച് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ചെറിയ ഫോണ്ട് വരെ എനിക്ക് കാണാൻ പറ്റും. ദൈവത്തിന്റെ വലിയ അത്ഭുതമാണ്. സിസ്റ്റർ പറഞ്ഞത് തന്നെ പുതിയ കണ്ണ് വരുവാന്ന് പറഞ്ഞപ്പം അത് ചാടി പിടിച്ചു. 3 മാസമായിട്ട് വിശ്വാസ കണ്ണാടി ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഒരു കുഞ്ഞക്ഷരം പോലും, പുതിയ നിയമത്തിലെ ചെറിയ വചനങ്ങൾ പോലും വ്യക്തമായിട്ട് വായിക്കാൻ പറ്റി. പുതിയ കണ്ണുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇത് മണ്ടത്തരമല്ലേ, മനുഷ്യന്മാർ ചിന്തിച്ചാൽ ഇത് മണ്ടത്തരമാണ്. പക്ഷെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തിൽ വീരന്മാരോടാണ്. ലോകത്തിനത് പോഷന്മാരായിരിക്കാം, പക്ഷെ നിങ്ങളത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ അത് വിശ്വാസം വീരന്മാരുടെ പട്ടികയിലോട്ടാണ് കയറുന്നത്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഇതേപോലെ കണ്ണുകളില്ലാത്തവരും കാഴ്ചയില്ലാത്തവർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചോണം. അനേക നീരുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. വലിയ സൗഖ്യങ്ങളെ കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, ദൂതന്മാരെ അയച്ച് ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ വചനം ഞാൻ ചൊല്ലി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ബ്രദർ. എന്റെ വസ്തുവിന്റെ അളവെല്ലാം നടന്നായിരുന്നു. അവര് ബൗണ്ടറിയൊക്കെ തിരിച്ച് അതിന് ഞാൻ പോകാതെ തന്നെ കർത്താവ് തന്റെ ദൂതനെ അയച്ച് എന്റെ വിഷയങ്ങളെല്ലാം ശരിയാക്കി തന്നു ബ്രദർ. ആമേൻ. തീർച്ചയായിട്ടും കുറെ നാളുകളായിട്ട് പ്രിയ സിസ്റ്റർ ഭാരപ്പെട്ടിരുന്ന ഒരു വിഷയമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ദൂതന്മാരുടെ വചനങ്ങൾ കേട്ടു, ആ വചനങ്ങളെ പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞ പോലെ തന്നെ ആ വിഷയം ഒത്തിരി നാളുടെ ഭാരമായിട്ടിരുന്നതാണ്. പക്ഷേ കർത്താവ് അതിന് സാക്ഷ്യമാക്കി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? സൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ, സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ പറയാറുള്ള പോലെ തന്നെ മിറാക്കിൾ മണിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പേഴ്സ് എടുത്തും വെയിറ്റിംഗ് കാർഡൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം കഴിഞ്ഞ മുമ്പത്തെ മാസം സാലറിയില് എനിക്ക് കർത്താവ് 1500 റിയാല് കൂട്ടിത്തന്ന്. സാലറി കൂട്ടിയതല്ല, അത് എക്സ്ട്രാ മണി ആയിട്ട് ആഡ് ചെയ്തതാണ്. അപ്പൊ ഞാൻ സാലറി സ്ലിപ്പ് എടുത്ത് നോക്കിയപ്പോഴൊന്നും അവര് കറക്റ്റ് എമൗണ്ട് ഇട്ടേക്കുന്നത്. പക്ഷെ എനിക്ക് എന്റെ അക്കൗണ്ടിൽ 1500 റിയാല് വന്നു. അത്
കർത്താവ് തന്ന മിറക്കിൾ ആമേൻ. മണിയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു നിങ്ങൾ മിറക്കിൾ മണികളെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മിറക്കിൾ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ആകാശത്ത് നിന്ന് മന്ന കൊഴിച്ചതുപോലെ മീനിൻ്റെ അകത്ത് നമുക്ക് അവകാശങ്ങളുണ്ട്, അതിനെ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. ജസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സാലറിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടായി, പക്ഷെ ചെക്ക് ചെയ്തപ്പോൾ അവർ കറക്റ്റായിട്ട് ഇട്ടിരിക്കുന്നത് അതിൻ്റെ മീതെ ഇട്ടിട്ടില്ല, പക്ഷെ അക്കൗണ്ടിൽ അതിൻ്റെ മീതെ തുക വന്നു, മിറക്കിൾ മണി വന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനിയും പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ നാമത്തിൽ അനേകർക്ക് അത് പ്രയോജനമായി തീരട്ടെ. അനേക സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ പറഞ്ഞോണം, കർത്താവ് എന്നെ വർദ്ധിപ്പിക്കും, ഞാൻ വായ്പ മേടിക്കത്തില്ല, എനിക്ക് വേണ്ടി ദൈവം മിറക്കിൾ മണി ഒരുക്കുമെന്ന് വിശ്വസിച്ചോണം. ദൈവം അത് തുറക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാനുള്ള അവസരമുണ്ട്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പ്രൈസ് ലോർഡ് ബ്രദറെ, പറഞ്ഞോ എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞോ സിസ്റ്റർ. ഞാൻ പിന്നെ മോഡം വെച്ചാണ് ഞാൻ നെറ്റ് യൂസ് ചെയ്യുന്നത്. അന്നേരം രാവിലെ തൊട്ടേ നെറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എങ്ങനെ ഞാൻ പ്രേയറിന് കയറും, എന്തുവായാലും ഞാൻ സാക്ഷ്യം പറയും. വൈകിട്ട് ആ കൃത്യം 9:35 കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് കയറിയത്. 9:35 കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ആക്കി നോക്കിയപ്പം നെറ്റ് ഓപ്പൺ ആയി. അതുവരെ നെറ്റ് ഇല്ലായിരുന്നു. ഞാൻ അന്നേരം കൊച്ചു BSNL വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അന്നേരം മോളടുത്ത് ഞാൻ പറഞ്ഞു, മോളെ നെറ്റ് ഇവിടെ കിട്ടുന്നില്ല. അന്നേരം പറഞ്ഞു അമ്മ പണിഞ്ഞോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അന്നേരം അത് രാത്രി എപ്പോഴായാലും വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അത് പറയുമായിരുന്നു, ഞാൻ സാക്ഷ്യം പറയും, എനിക്ക് എന്തുവായാലും പ്രേയറിന് കയറണം, നെറ്റ് വരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അത് തന്നെ സംഭവിച്ചു. ആമേൻ. തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്, തക്ക സമയത്ത് ഒരുക്കിയതുപോലെ. നമുക്കത് ചെറുതായിരിക്കാം, പക്ഷെ സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വലിയ സാക്ഷ്യമാണ്. കർത്താവ് അങ്ങനെ ചെയ്ത് ഇനിയും ഉപയോഗിക്കുക, വിശ്വാസത്തെ ഉപയോഗിക്കുക, എല്ലാ വിഷയത്തിനും ഉപയോഗിക്കുക. ഇനിയും കർത്താവ് സാക്ഷ്യമാക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ പറഞ്ഞു. കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു സിസ്റ്ററെ. എന്റെ പേര് അനുജ എന്നാണ്. ഞാൻ 1-2 പ്രാവശ്യം മാത്രമേ ഈ സൂമിൽ കയറിയിട്ടുള്ളൂ. എന്റെ ചേച്ചി തന്നിട്ട് ഞാൻ കയറിയതാ. എന്റെ മോൻ കാനഡയിലാണ്. അപ്പോ 2 വർഷത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു. മോക്കിപ്പോ ഈ മാസം 29-ന് പോകാനായിട്ട് ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ അത്ഭുതം എന്ന് പറയുന്നത്, ഇന്നലെ ഞാൻ സൂമിൽ കയറിയ സമയത്ത് ബ്രദർ പറഞ്ഞു, പിന്നെ അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുത്തിരുന്നു. അത് കാരണം എൻ്റെ മോൻ 4-ാം തീയതി ഒരു എക്സാം അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇൻഷുറൻസിന്റെ. അപ്പൊ അതിനെ എഴുതുന്ന സമയത്ത് രാവിലെ 10 മുതൽ 1 മണി വരെ ആയിരുന്നു. അവൻ 100 ക്വസ്റ്റ്യൻ ആയിരുന്നു. 41ാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തപ്പോഴേക്കും സ്ക്രീൻ അങ്ങ് പെട്ടെന്ന് സ്റ്റക്കായി പോയി. അവന് 1 മണിക്കൂർ വരെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തത്. അപ്പൊ അവര് തന്നെ സ്ക്രീനിൽ ഒരാളൂടെ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ വേറെ വല്ലതും നോക്കി കണ്ടെഴുതുന്നു എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സാറ് വെയിറ്റ് ചെയ്യൂ. അങ്ങനെ എന്തായാലും സമയത്തിന് തീർത്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവന് മെയിൽ വന്നു, ഞങ്ങൾ സ്റ്റക്കായി എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ $300 ആയിരുന്നു ഈ എക്സാമിന് വേണ്ടി അടച്ചിരുന്നത്. അപ്പൊ ആ ഡോളർ തിരിച്ചു തരാം, നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ എക്സാം എഴുതാനുള്ള ഒരു അവസരം കൂടെ തരാമെന്ന് പറഞ്ഞത്. അത് ഈ വരുന്ന 24-ാം തീയതിയാണ് അടുത്ത സമയം, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നാലും റിസൾട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ ആയിരുന്നു റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഈ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്നിട്ട് ഞാൻ മോനെ വിളിച്ച് പറഞ്ഞു, മക്കളെ അമ്മ ഇങ്ങനെ സൂമിൽ കയറിയപ്പോ ഇങ്ങനെ ഒരു മെസ്സേജ് കേട്ട, നീ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊള്ളണം, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് പറഞ്ഞു. പക്ഷെ രാത്രി 1 മണിയൊക്കെ ആയപ്പോ, അവിടെ 2:30 മണിയെന്തോ ആയപ്പോഴാണ് റിസൾട്ട് വന്നത്. മോൻ പാസ്സായി. അതോടൊപ്പം തന്നെ അവന്റെ അക്കൗണ്ടിലേക്ക് അവൻ അടച്ചിരുന്ന ആ $300 തിരികെ കിട്ടുകയും ചെയ്തു. ആമേൻ. ഇത് വലിയൊരു അത് അത്ഭുതമാണ്. ബ്രേസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അവങ്കിലേക്ക്. ഭയങ്കര അത്ഭുതമായിരുന്നു. ആമേൻ. ഭയങ്കര അത്ഭുതം. അതാണ് ഇന്നലെ സിസ്റ്റർ ആ വചനം കേട്ട് പറഞ്ഞു, കർത്താവിലേക്ക് നോക്കിയാൽ മുഖം പ്രകാശിതരമായി, കർത്താവിലേക്ക് നോക്കിയാൽ മുഖം പ്രകാശിതരായി, ലജ്ജിച്ചു പോയില്ല എന്നുള്ള വചനം കേട്ടു. അത് മകന് വേണ്ടി ഏറ്റെടുത്തു. മകൻ അവിടെ പരീക്ഷ എഴുതിയപ്പോൾ അത് സ്റ്റക്കായിപ്പോയത്. അത് ഞാൻ പറഞ്ഞില്ല, പരാജയം വന്ന് കയറാൻ വേണ്ടി നോക്കിയതാണ് പിശാചിന്റെ തന്ത്രം. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? ആ വചനത്തിന്റെ ശക്തിയാൽ അവിടെ ഒരു അത്ഭുതം നടന്നു. ആ റീഫണ്ട് കിട്ടുവാനിടയത് മാത്രമല്ല, അതിൻ്റെ അകത്ത് പരാജയം സംഭവിക്കേണ്ട സ്ഥാനത്ത് ജയവും കൊടുത്ത് ദൈവം ഇന്നൊരു സാക്ഷ്യമാക്കി തീർക്കാൻ ഇടയായി തീർന്നപ്പോൾ 2
അത്ഭുതമാണ്. ഒന്ന്, ദൈവം ജയവും കൊടുത്ത് ദൈവം നന്മയും കൊടുത്ത്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും സാക്ഷ്യങ്ങൾ നിറയ്ക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ കർത്താവ് ഒരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറൊക്കെ ബ്രദറെ, എനിക്ക് 1.5 വർഷത്തിന് മുമ്പ് എനിക്ക് ഈ പുറത്തിന് ഭയങ്കര വേദനയാണ്. അന്നേരം ഞാൻ ഈ കട്ടിലെ തിരിഞ്ഞു മറിഞ്ഞു എല്ലാം കിടക്കും. എങ്ങനെ കിടന്നാലും എനിക്ക് എഴുന്നേക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ തിരിഞ്ഞു മറിഞ്ഞു ഒരു സമയം എടുത്താൽ എഴുന്നേക്കുന്നത്, അതുപോലെ വേദനയായിരുന്നു. അങ്ങനെയായി ഞങ്ങൾ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓർത്തോയെ കാണിക്കണം, പിന്നെ എക്സ്റേ എടുക്കണമെന്ന്. അന്നേരം ഓർത്തോയെ കാണിക്കാൻ പോയപ്പോൾ ഓർത്തോ ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു. പോന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ അടുക്കള ജോലി ചെയ്തോണ്ടിരുന്നപ്പം ഞാൻ ബ്രദറിന്റെ ഈ ഇത് കേട്ടു, യൂട്യൂബിൽ കൂടെ കേട്ടപ്പം എന്റെ പേര് ചൊല്ലി ഇങ്ങനെ വിളിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ, സോജിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സോജിയെ ദൈവം തൊടുന്നെന്നൊക്കെ പറഞ്ഞ്. അന്നേരം ഞാൻ അത് ഏറ്റെടുത്തു. പക്ഷെ അതിൽ പിന്നെ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് യേശുപ്പച്ചന്റെ തിരുമുറിനെ എന്നെ സൗഖ്യമാക്കണമെന്ന്. അത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോ തൊട്ട് ഇപ്പൊ ഒരു വേദനയും ഇല്ല, ഒരു പ്രയാസവും ഇല്ല, എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. നിങ്ങൾക്ക് നോക്കിയാലേ പറ്റും. പ്രിയ ആന്റി ഇട്ടിരിക്കുന്ന പേര് നോക്കി, സിസ്റ്റർ ഇട്ടേക്കുന്ന പേരെന്തുവാ? നിങ്ങൾ സ്ക്രീനെ നോക്കിയാൽ എന്താ ഇട്ടേക്കുന്ന സിസ്റ്റർ? അല്ല, ഇട്ടേക്കുന്ന പേരെന്ന് ഇട്ടേക്കുന്ന പേര് പറയുമ്പോ അല്ല, ഇട്ടേക്കുന്ന പേര് കൊണ്ടോ വെറും എസ് മാത്രമേ ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ അല്ലേ? അന്ന് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ലായിരുന്നു പക്ഷേ അല്ല, ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ സിസ്റ്റർ പറഞ്ഞു ഇപ്പൊ പേര് എസ് എന്ന് മാത്രമേ ഉള്ളൂ, അന്ന് പേരിട്ടിട്ടേ ഇല്ല. ഇല്ല. ആ സമയത്ത് യൂട്യൂബിൽ വെച്ചാണ് പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ട് സോജീനെ കർത്താവ് തൊടുന്നു പറഞ്ഞല്ലേ? അതെ. ആമേൻ. ഇത് 2 അത്ഭുതമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പൊ ഇത് പറയുമ്പോൾ പോലും നമുക്ക് സ്ക്രീനെ കാണാൻ പറ്റുന്നത് പേരില്ല, പകരം യെസ് എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയ സൗരി പറഞ്ഞ പോലെ തന്നെ ഇത് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ടായിരുന്നു, പുറത്തിന് ഭയങ്കര വേദനയായിരുന്നു, ഓർത്തോയെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു. ആ സമയത്ത് കർത്താവ് പറഞ്ഞു സോജീനെ കർത്താവ് തൊടുന്നു എന്നുള്ള ദൈവ ആലോചന വെളിപ്പെട്ടു. ആ സമയത്ത് തന്നെ ദൈവത്തിന്റെ സ്പർശനം ഉണ്ടായി. ആ വേദന കർത്താവ് പൂർണ്ണ 1.5 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയാണ് ഇപ്പൊ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി അല്ലേ? അതെ കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തതിന് നന്ദി. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം കേട്ടോ. വെറുതെ ഇരിക്കരുത്. ഇനി രോഗിയെ കാണുമ്പോൾ ചാടി പിടിച്ചോണം. എന്നെ സൗഖ്യമാക്കിയ യേശു നിങ്ങളെയും സൗഖ്യമാക്കും എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് പറഞ്ഞോണം. യേശുവിന്റെ ഇത് വലിയൊരു ആലോചനയുടെ സൗഖ്യമാണ്. പ്രവചന ആലോചനയിലൂടെ ദൈവം സൗഖ്യമാക്കിയിരിക്കുകയാണ്. കർത്താവിനെ സ്തുതിക്കുന്ന ഞാൻ. ഗോഡ് ബ്ലെസ് യു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു ബ്രദർ ഇന്നത്തെ പ്രയറില് വിജയൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞു. എന്റെ ഹസ്ബൻഡാണ്. ഏറ്റെടുത്ത ദിവസത്തെ കർത്താവ് അത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോവുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? ഹലോ ബ്രദർ. പറഞ്ഞു. ഇന്ന് എനിക്ക് ഒരു 8 മണി 8 ഇപ്പൊ ഭയങ്കര പല്ലുവേദന വരുന്നു. പിന്നെ ഇനിയിപ്പോ എനിക്ക് മീറ്റിങ്ങിൽ വരാൻ കഴിയുമെന്ന് അറിയില്ല. ഭയങ്കര വല്ലാത്ത വേദന ഇരുന്നു. ഇപ്പൊ 9:15 മണിക്ക് ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് കർത്താവ് കേൾക്കണം, എനിക്കൊന്ന് കയറിയിട്ട് എടുക്കാൻ പറ്റണെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു 9:15 കഴിഞ്ഞപ്പോഴാണ് എന്റെ വേദന എങ്ങോട്ടും പോയി. ചെവിയാണോ പല്ലാണോ അറിയില്ല, അത്രയും വേദന ഇരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് വേദന? ഇപ്പൊ തീരില്ല, അറിയുന്നേ ഇല്ല. ഇപ്പൊ വേദന ഇല്ല. ഇപ്പൊ സിസ്റ്റർക്ക് ഇപ്പൊ വേദന അറിയാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല സിസ്റ്ററെ? സിസ്റ്ററെ ഓഡിയോ ക്ലിയർ അല്ല.